നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫോർത്ത് മോഡ്യൂൾ ആണ്. ഫോർത്ത് മോഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടായ സേഫ്റ്റി നമ്മൾ നോക്കി. പിന്നെ അതുപോലെ നമ്മൾ ഓൺട്രപ്രീനിയർഷിപ്പും തുടങ്ങി അല്ലേ? അപ്പൊ ഓൺട്രപ്രീനിയർഷിപ്പിൽ നമ്മൾ ഫാക്ടേഴ്സ് നോക്കി. പിന്നെ അതുപോലെ ഒരു ഓൺട്രപ്രീനിയറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ നോക്കി. പിന്നെ അതുപോലെ ഒരു ഓൺട്രപ്രീനിയറിന്റെ അടുത്തുനിന്ന് ഗവൺമെന്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് നിങ്ങളുടെ സിലബസിൽ അടുത്ത വരുന്ന ടോപ്പിക് എന്താന്ന് നോക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ഓൺട്രപ്രീനിയർഷിപ്പ് സെക്കൻഡ് പാർട്ടിലെ ഓൺട്രപ്രീനിയർഷിപ്പിൽ ഫാക്ടേഴ്സ് പ്രൊമോട്ടിംഗ് ഓൺട്രപ്രീനിയർഷിപ്പ് നോക്കി. The role and expectations about an entrepreneur. Okay. ഇനി അടുത്തത് നോക്കുന്നത് മാനേജീരിയൽ വേഴ്സസ് ഓൺട്രപ്രീനിയർ സ്റ്റൈൽ, അതുപോലെ മാനേജർ വേഴ്സസ് ടെക്നോക്രാറ്റ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ മാനേജീരിയൽ സ്റ്റൈൽ എന്താണ്? ഒരു മാനേജർ ആരാണൊരു ഓൺട്രപ്രീനിയർ? ഓൺട്രപ്രീനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു സ്വന്തമായി ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തി, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺട്രപ്രീനിയർ. അപ്പൊ ഓൺട്രപ്രീനിയർഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ്, ആ ഒരു വ്യക്തി ആ ഒരു ബിസിനസ് ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്ത് റൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓൺട്രപ്രീനിയർഷിപ്പ് എന്ന് പറഞ്ഞത് അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു മാനേജീരിയൽ സ്റ്റൈൽ. മാനേജീരിയൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ആ ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ വർക്ക് ചെയ്യാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മാനേജീരിയൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓർഗനൈസേഷൻ മുഴുവനായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് വർക്ക് ചെയ്യുന്നൊരു വ്യക്തി, അതാണ് മാനേജർ. ഓക്കെ. അപ്പൊ മാനേജീരിയൽ സ്റ്റൈൽ ഫോളോസ് ഹൈറാർക്കി ഇൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് പവർ. അപ്പൊ അതിൽ ഒരു ഹൈറാർക്കി ഉണ്ട്, അതായത് ഒരു ഓർഡർ ഉണ്ട്. എന്ന് വെച്ചാൽ താഴത്തെ ലെവലില് ഒരാള്, അത് കഴിഞ്ഞിപ്പോ നമുക്ക് നമ്മുടെ PWDന്റെ ഓർഡർ എടുക്കുകയാണെങ്കിൽ താഴെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ മുകളിലായിട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? പിന്നെ അടുത്തത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഓക്കെ. അവസാനം ഏറ്റവും മുകളിൽ ചീഫ് എഞ്ചിനീയർ. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്, അതുപോലെ ഒരു ഓർഡർ ഉണ്ടായിരിക്കും മാനേജീരിയൽ സ്റ്റൈലിൽ. ഇനി ഒരു ഓൺട്രപ്രീനിയർ സ്റ്റൈൽ ആണെങ്കിൽ there is no specified hierarchy. അങ്ങനത്തെ ഒരു പ്രത്യേക ഓർഡർ ഒന്നുമില്ല. Everybody is empowered and does all jobs in the organization. എല്ലാവരും ഓരോ എന്താ പറയാ എല്ലാ ജോലികളും ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പിന്നെ അടുത്തത് follows routine procedure and practices. മാനേജീരിയൽ സ്റ്റൈലില് it follows a routine procedure. ഒരു routine procedure ഉണ്ട്. പക്ഷേ ഓൺട്രപ്രീനിയർ സ്റ്റൈലിലോ there is no specific routine. Everything is done as per the requirement. നമുക്ക് അപ്പം എന്താണോ ആവശ്യം അപ്പം അത് ചെയ്തു കൊടുക്കുക, അത്രേ ഒരു ഓൺട്രപ്രീനിയർ സ്റ്റൈലിലുള്ളൂ. നേരെ മറിച്ച് മാനേജീരിയൽ സ്റ്റൈലിലാണെങ്കിൽ എന്താണ്? ഒന്നിന് പുറമെ ഒന്ന് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ട്. ഇപ്പൊ ഒരാളെ കാണുക, അത് കഴിഞ്ഞ് ഒരു ആവശ്യത്തിനായിട്ട് നമ്മൾ ഏറ്റവും താഴത്തെ ഓഫീസറെ ആയിരിക്കും ചെന്ന് കാണുക. അപ്പൊ ആ ഒരു പേപ്പർ തൊട്ട് മുകളിലെ ആൾക്ക് പോകും, പിന്നെ അങ്ങനെ ഫോർവേഡ് ചെയ്ത് പോകും. അപ്പൊ അതാണ് ഒരു മാനേജീരിയൽ സ്റ്റൈൽ. ഓൺട്രപ്രീനിയർ സ്റ്റൈൽ ആണെങ്കിൽ അങ്ങനെ ഒരു ഓർഡർ, അങ്ങനെ ഒരു സ്പെസിഫിക് റുട്ടീൻ ഇല്ല. എല്ലാം നമുക്ക് എന്താണോ അപ്പൊ ആവശ്യം അത് ചെയ്യാം. പിന്നെ അടുത്തത് ഇറ്റ് ഡസ് കൺവെൻഷണൽ തിങ്സ്. ഓൺട്രപ്രീനിയറിൽ എന്താണ്? ഇറ്റ് ഇംപ്ലിമെന്റ്സ് ഇന്നോവേറ്റീവ് ആൻഡ് നോവൽ ഐഡിയാസ്. അപ്പൊ മാനേജീരിയൽ സ്റ്റൈലില് എല്ലാം കൺവെൻഷണൽ, അതായത് പണ്ടത്തെ പരമ്പരാഗതമായ രീതിയിൽ ചെയ്തുകൊണ്ട് വരുന്നതാണ് ഒരു ഓർഡറിൽ. നേരെ മറിച്ച് ഓൺട്രപ്രീനിയറിൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ്. പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് അവിടെ കൂടുതൽ പ്രയോറിറ്റി.
ഇപ്പൊ നമുക്ക് ശരിക്കും മാനേജീരിയൽ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ഒരു മാനേജീരിയൽ സ്റ്റൈലിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പൊ വരുന്ന IT കമ്പനീസ് ഒക്കെ എടുക്കാം, സെക്ടേഴ്സ് ഒക്കെ എടുക്കാം, അതൊക്കെ കൂടുതൽ ഇന്നോവേറ്റീവ് ആൻഡ് പുതിയ പുതിയ ഐഡിയാസ് എൻകറേജ് ചെയ്യുന്നവരാണ്. ഓക്കെ, all operations are profit motivated. മാനേജീരിയൽ സ്റ്റൈലില് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഒരു കാര്യം മുന്നോട്ട് വെക്കും. നേരെ മറിച്ച് ഓൺടർപ്രീനിയറിൽ എങ്ങനെയാണ്? പ്രോഫിറ്റ് ഇസ് ഓൺലി സെക്കൻഡറി ടു പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസ് ആണ് പ്രധാനം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ഇറ്റ് ഇസ് സെക്കൻഡറി. ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ കൊടുക്കുക? പബ്ലിക് സർവീസ്. നമ്മൾ സർവീസ് ചെയ്യാണ്, പബ്ലിക്കിന് സർവീസ് കൊടുക്കുന്നത്. മാനേജീരിയൽ സ്റ്റൈലിൽ അതുപോലെ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതായത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലായിരിക്കും, ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഓൺടർപ്രീനിയർ എന്ന് പറയുമ്പോൾ ഒരാള് സ്വന്തമായി തുടങ്ങുന്ന ബിസിനസ് ആണ്. അപ്പൊ അതിൽ കമ്പാരിറ്റീവ്ലി ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമുക്ക് അത് ലോ ആയിട്ട് തോന്നില്ലെങ്കിൽ പോലും മാനേജീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അടുത്ത് പറയുന്നത് ഇറ്റ് അഡോപ്റ്റ്സ് മാസ് പ്രൊഡക്ഷൻ വിത്ത് ലീസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് പ്രൊഡക്ഷൻ ആണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്. മാനേജീരിയൽ സ്റ്റൈലിൽ പ്രൊഡക്ഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വിത്ത് ലീസ്റ്റ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് കുറവായിരിക്കും. പക്ഷെ ഓൺടർപ്രീനിയറിൽ ഫോളോസ് പ്രൊഡക്ഷൻ ബൈ ആൻഡ് ഫോർ മാസസ്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് ആർക്ക് വേണ്ടിയാണ്? പബ്ലിക്കിന് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആൾക്കാർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മാനേജീരിയലിൽ പറയുകയാണെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻ വിത്ത് മെനി എംപ്ലോയീസ്. നമ്മൾ പറഞ്ഞു വലിയൊരു ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ട് തന്നെയാണ് അതിലൊരു ഹയറാർക്കി ഉള്ളത്. ഓൺടർപ്രീനിയർ സ്റ്റൈലിൽ സ്മോൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ്. അവിടെ എംപ്ലോയീസിന്റെ നമ്പർ കുറവായിരിക്കും, കാരണം ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. പിന്നെ അടുത്തത് മാനേജീരിയൽ സ്റ്റൈലില് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഇസ് ഹൈ ആൻഡ് ഹയർ ഇസ് ദ കോസ്റ്റ്. അതായത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഹൈ ആണ്. അതുപോലെ ഹയർ ഇസ് ദ കോസ്റ്റ്, അപ്പൊ അതിനനുസരിച്ച് കോസ്റ്റും കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഓൺടർപ്രീനിയറിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഇസ് ലോ ആൻഡ് ഹെൻസ് ലോവർ ഇസ് ദ കോസ്റ്റ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കുറവായിരിക്കും, കുറച്ച് നമ്പറേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുള്ളൂ, കാരണം അത് ചെറിയൊരു ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചേ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കോസ്റ്റും കുറവായിരിക്കും. പിന്നെ മാനേജീരിയൽ സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് വിത്ത് ദ മാർക്കറ്റ് ത്രൂ മാർക്കറ്റ് അനാലിസിസ്. മറ്റത് ലെസ് എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ് ആയിരിക്കും. അതായത് മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. ഓർഗനൈസേഷൻ വലുതാണ്, അപ്പൊ അവർക്ക് നല്ലൊരു പ്രൊഡക്ഷനും ഔട്ട്പുട്ട് നല്ലോണം ഉണ്ടാവും മാനേജീരിയൽ സ്റ്റൈലിൽ. നേരെ മറിച്ച് ഓൺടർപ്രീനിയറിലാവുമ്പോൾ മാർക്കറ്റ് എക്സ്പീരിയൻസ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ സെൽസ് വാട്ട് ദേ പ്രൊഡ്യൂസ്. മാനേജീരിയൽ സ്റ്റൈലിൽ പറയുന്നത് എന്താണോ ആവശ്യം അതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൺടർപ്രീനിയർ സ്റ്റൈലിൽ പ്രൊഡ്യൂസസ് വാട്ട് ദ സൊസൈറ്റി നീഡ്സ്. അതായത് എന്താണോ സൊസൈറ്റിക്ക് ആവശ്യം അതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് മാനേജീരിയൽ സ്റ്റൈൽ വരുമ്പോൾ ദേ സെൽ വാട്ട് ദേ പ്രൊഡ്യൂസ്. അവരെന്താണോ ഉണ്ടാക്കുന്നത് അതാണ് വിൽക്കുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രീസ് ഒക്കെ എടുക്കുക, എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് അവർ വിൽക്കുന്നത്. മാനേജീരിയൽ സ്റ്റൈൽ ടേക്സ് ലീസ്റ്റ് റിസ്ക് ആൻഡ് അൾട്ടിമേറ്റ് ഗോൾ ഇസ് പ്രോഫിറ്റ്. അപ്പൊ അവര് തീരെ റിസ്ക് എടുക്കില്ല. പിന്നെ അതുപോലെ അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ പറഞ്ഞു they does things in a conventional way. പരമ്പരാഗത ഒരു രീതിയിൽ ചെയ്തു വരികയാണ്. അപ്പൊ അതിലൊരു റിസ്ക് ഫാക്ടർ വരുന്നില്ല. നേരെ മറിച്ച് ഓൺടർപ്രീനിയറോ, അവർക്ക് ഞാൻ പറഞ്ഞത് ഇന്നവേറ്റീവ് ഐഡിയാസ് ആണെന്ന് വായിച്ചു നമ്മൾ മുന്നേ അല്ലെ. അപ്പൊ ഇന്നവേറ്റീവ് ഐഡിയാസ് ആയതുകൊണ്ട് അവിടെ
എന്താണ് വിജയിച്ചോളണം എന്നുള്ളത് ഉറപ്പില്ല. So they take risk and converts challenges into opportunities. അപ്പൊ ഓരോ വരുന്ന സാഹചര്യങ്ങളും അവരൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അവര് അത് തരണം ചെയ്യും. മാനേജീരിയൽ സ്റ്റൈലിൽ ലീസ്റ്റ് ഫ്രീഡം ഇൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്കിംഗ്. അത് വർക്കിങ്ങിന് ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്കിംഗ് ഇല്ല. അതായത് ഇപ്പൊ രാവിലെ തൊട്ട് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് തന്നെ വർക്ക് ചെയ്യണം. അതല്ലാതെ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം, അങ്ങനത്തെ ഒരു എക്സ്ക്യൂസ് പറയാനില്ല. നേരെ മറിച്ച് ഓൺട്രപ്രീനിയർ സ്റ്റൈൽ ആണെങ്കിൽ എൻജോയ്സ് മോർ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ വർക്കിംഗ്. അതായത് എപ്പോഴാണോ ആ ഒരു എംപ്ലോയിക്ക് സൗകര്യം അപ്പൊ വർക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന് വർക്ക് എഫിഷ്യൻസി കൂടും. കാരണം നമ്മുടെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നതും വേറൊരാളുടെ പ്രഷർ കാരണം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. സോ ഓൺട്രപ്രീനിയർ സ്റ്റൈലിൽ കൂടുതൽ എഫിഷ്യന്റ് ആണ്. പിന്നെ മാനേജീരിയൽ സ്റ്റൈലിൽ പറയുന്നത് ഡിപ്പെൻഡ്സ് മോർ ഓൺ പ്രൊഫഷണൽ മാനേജീരിയൽ സ്കിൽ. അതായത് കൂടുതൽ പ്രൊഫഷണൽ സ്കിൽ ഓറിയന്റഡ് ആണ്. നേരെ മറിച്ച് ഓൺട്രപ്രീനിയറിൽ എങ്ങനെയാ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺട്രപ്രീനിയൽ സ്കിൽസ് ആൻഡ് ടീം വർക്ക്. അതായത് സ്വന്തമായിട്ടുള്ള അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സ്കില്ലും അവരുടെ കഴിവും അവരുടെ ഒരു കൂട്ടായ്മയും ആണ് എന്ത് അവിടുത്തെ വർക്കിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മാനേജീരിയൽ സ്റ്റൈൽ വർക്ക്സ് ആസ് എ സ്റ്റാൻഡ് അലോൺ യൂണിറ്റ്. ഒരു യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് ഒരു ഓർഗനൈസേഷൻ, നമ്മൾ ഇന്ന ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നേരെ മറിച്ച് ഓൺട്രപ്രീനിയർ മേ ബി എ സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ആൻ ആക്സിലറി യൂണിറ്റ് ഓഫ് ലാർജ് ഇൻഡസ്ട്രീസ്. അപ്പൊ അത് സ്റ്റാൻഡ് അലോൺ ആവാം, സ്റ്റാൻഡ് അലോൺ യൂണിറ്റ് ഓർ ആൻ ആക്സിലറി യൂണിറ്റ് ഓഫ് വലിയ വലിയ ഇൻഡസ്ട്രീസിന്റെ ഒരു ചെറിയ ചെറിയ വ്യവസായങ്ങളാവാം. മാനേജീരിയൽ സ്റ്റൈലിൽ ഗവൺമെന്റ് സപ്പോർട്ട് ഇസ് മിനിമൽ. പക്ഷെ മറ്റത് ഗവൺമെന്റ് സപ്പോർട്ട്സ് ദ മീഡിയം സ്കെയിൽ ആൻഡ് എന്താണ് ഓൺട്രപ്രീനിയേഴ്സ് ഇൻ മെനി വേസ്. അതായത് മാനേജീരിയൽ സ്റ്റൈലില് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്തോളണം എന്നില്ല. പക്ഷെ ഇപ്പൊ കൂടുതൽ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുന്നത് ഈ ഓൺട്രപ്രീനിയൽ സ്റ്റൈലിനാണ്. അതായത് പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് അതിനൊക്കെയാണ്. പിന്നെ അതുപോലെ അത് ചെറുകിട വ്യവസായങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാവും, കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് കൂടുതൽ വരുന്നത് ഓൺട്രപ്രീനിയൽ സ്റ്റൈലിനാണ്. അപ്പൊ അടുത്തത് മാനേജർ വേഴ്സസ് ടെക്നോക്രാറ്റ്. അപ്പൊ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാണ്? മാനേജർ എന്ന് പറഞ്ഞാൽ ഒരാള് എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫ് ഇൻ ആൻ ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ് മാനേജർ. മാനേജർ ഇസ് എ പേഴ്സൺ വിത്ത് ദ റിക്വയർഡ് മാനേജീരിയൽ സ്കിൽസ് ടു എക്സിക്യൂട്ട് എ ടാസ്ക്. ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? A technocrat is a specialized professional with deep technical skills in a specific area along with administrator. അപ്പൊ സാധാരണ ആ ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാം. അതിന് പുറമെ എന്തിനും കൂടെ നോളജ് ഉണ്ട്? ടെക്നിക്കൽ സ്കിൽസ്. ആ നല്ല ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാളെയാണ് ടെക്നോക്രാറ്റ് എന്ന് പറയാം. മാനേജർ എന്ന് പറയുന്നത് he relies on management philosophies and practices. അപ്പൊ മാനേജർ എന്ത് നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക? മാനേജ്മെന്റ് ഫിലോസഫി പ്രാക്ടീസ് ഒക്കെ നോക്കിയിട്ടാണ്. സാധാരണ എങ്ങനെയാണ് രീതി വരുന്നത് അതൊക്കെ നോക്കിയിട്ടാണ് ഒരു മാനേജർ കാര്യങ്ങൾ ചെയ്യുക. ടെക്നോക്രാറ്റ് എന്താ ചെയ്യുക? ടെക്നോക്രാറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ടെക്നിക്കൽ സ്കിൽസ്. ആ ഒരു കാര്യത്തിന്റെ ടെക്നിക്കൽ സൈഡ് നോക്കിയിട്ടാണ് ടെക്നോക്രാറ്റ് ഒരു കാര്യം ചെയ്യാം. അതുപോലെ think and work as per routine process. അതാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ഒരു പ്രോസസ് ആയിട്ട് നമ്മൾ എന്താണ് കൺവെൻഷണൽ രീതിയിലാണ് എന്താണ് ഒരു ഓർഗനൈസേഷനിൽ
മാനേജീരിയൽ സ്റ്റൈൽ ഓർഗനൈസേഷനിൽ നമ്മൾ കൺവെൻഷണൽ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അതായത് പരമ്പരാഗതമായ രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുപോലെ ഒരു മാനേജർ ആലോചിച്ച് പ്രവർത്തിക്കും. നേരെ മറിച്ചൊരു ടെക്നോക്രാറ്റോ, he thinks rationally and implements innovative ideas to launch products. ഇപ്പോൾ ടെക്നോക്രാറ്റ് എന്ത് ചെയ്യും? കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ട് ചിന്തിച്ച് ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരും. പിന്നെ അതുപോലെ ഒരു മാനേജർ, the main function of a manager is organizing, executing and getting work done. ഒരു മാനേജറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഓർഗനൈസ് ചെയ്യുക. ഒരു കാര്യം വന്നാൽ അത് ഓർഗനൈസ് ചെയ്യുക, അത് നടത്തുക, അങ്ങനെ ആ ഒരു കാര്യം ചെയ്തു തീർക്കുക. നേരെ മറിച്ച് ടെക്നോക്രാറ്റോ, the main responsibility is innovation and improvement of the system. അതായത് എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ആ കാര്യം ചെയ്യാം, ക്രിയേറ്റീവ് ആയിട്ട് എങ്ങനെ ആ കാര്യം ചെയ്യാം, അങ്ങനെ ചെയ്താൽ ആ ഒരു സിസ്റ്റത്തിന് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് കിട്ടും, അതാണ് ഒരു ടെക്നോക്രാറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ. പിന്നെ ഒരു മാനേജർ, it depends on decision support systems like market survey or customer feedback in decision making. അപ്പോൾ മാനേജർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പൊതുവെ എന്ത് ചെയ്യും? ആ മാർക്കറ്റിൽ ഇപ്പൊ കറന്റ്ലി എങ്ങനെയാണ് ട്രെൻഡ്, അതിനനുസരിച്ചാണ് ഫീഡ്ബാക്ക് എടുക്കുക, ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നു പോയെങ്കിൽ ആ ഒരു കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ഒരു മാനേജർ പ്രവർത്തിക്കും. നേരെ മറിച്ചൊരു ടെക്നോക്രാറ്റോ, he foresees the changes in scenario and equips themselves to meet future challenges. അതായത് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഫോർസീ ചെയ്യും, അതായത് മുൻകൂട്ടി കാണും. എന്നിട്ട് ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതെങ്ങനെ തരണം ചെയ്യാം എന്ന് ആലോചിക്കും. അതാണ് ഒരു മാനേജറും ടെക്നോക്രാറ്റും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? ഒരു മാനേജർ എന്ന് പറയുമ്പോൾ ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കേണ്ടതായിട്ട് വന്നാൽ എന്താ ചെയ്യാ? ആ മാർക്കറ്റിൽ സർവേ ചെയ്തിട്ട് അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങും. നേരെ മറിച്ചൊരു ടെക്നോക്രാറ്റ് ഇനി എങ്ങനെ ഭാവിയിലുള്ളത് തരണം ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ടാണ് പ്രവർത്തിക്കുക. പിന്നെ മാനേജർ ഫോളോ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻ പ്രോബ്ലം സോൾവിംഗ്. ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരിക്കും. ഒരു പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ അത് സിസ്റ്റമാറ്റിക് ഓരോന്നോരോന്നായിട്ട് തരണം ചെയ്ത് വരിക ചെയ്യുക. നേരെ മറിച്ച് ഒരു ടെക്നോക്രാറ്റ് ആണെങ്കിൽ he is more skilled in solving complex technical problems. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ടെക്നിക്കൽ സൈഡിൽ വരുന്ന വലിയ കോംപ്ലക്സ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഒരു ടെക്നോക്രാറ്റിന് സാധിക്കും. പിന്നെ അതുപോലെ മാനേജർ, he has only limited power in policy making based hierarchy. മാനേജർക്ക് അധികം പവർ ഒന്നുമില്ല. he has only limited power in policy making based hierarchy. അതായത് പോളിസി മേക്കിങ്ങിൽ അയാൾക്കൊരു പവർ ഇല്ല. അയാളുടെ ഡ്യൂട്ടി എന്താണ്? ഈ സ്റ്റാഫുകളെ കൊണ്ടുപോവുക, നിലനിർത്തി കൊണ്ടുപോവുക, അവരെ മാനേജ് ചെയ്യുക. അതാണ് മാനേജറിന്റെ ഡ്യൂട്ടി. പക്ഷെ ടെക്നോക്രാറ്റോ, നമ്മൾ പറഞ്ഞു ടെക്നിക്കലി സ്കിൽഡ് ആണ്, ടെക്നിക്കലി നല്ല വിവരമുള്ള ഒരാളാണ്. സോ he enjoys more powers in decision making with regard to technical aspects. അപ്പോൾ കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ സഹായിക്കാൻ സാധിക്കും ഒരു ടെക്നോക്രാറ്റിന്, എസ്പെഷ്യലി എന്ത് കാര്യത്തിൽ? ടെക്നിക്കൽ ആസ്പെക്റ്റിൽ. പിന്നെ അതുപോലെ ഒരു managerial positions follow a hierarchy. Managerial positions follows a hierarchy. അതായത് നമ്മൾ ഒരു ചെറിയ പോസ്റ്റ് ആ ഒരു പൊസിഷൻ, അവരുടെ പൊസിഷൻ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ അവർക്ക് അടുത്ത പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് പോവാ, അങ്ങനെ ആ ഒരു പ്രൊമോഷൻ ഉണ്ടാവും. മാനേജർ പൊസിഷൻസ് ഫോളോ എ ഹൈറാർക്കി. നേരെ മറിച്ച് ടെക്നോക്രാറ്റോ, ഈ ടെക്നോക്രാറ്റ് എൻജോയ്സ് ഇൻഡിപെൻഡന്റ് ചാർജസ്. അതായത് അങ്ങനെ ഇന്ന പൊസിഷനിൽ നിന്ന് ഇന്ന പൊസിഷനിലേക്ക് പോവാ, അങ്ങനത്തെ ഒരു പൊസിഷൻ പ്രൊമോഷൻ ഇല്ല ടെക്നോക്രാറ്റിന്. he is independent.
അതുകൊണ്ട് തന്നെ ആളുടെ സാലറി എന്ന് പറയുന്നതും ഇൻഡിപെൻഡന്റ് ചാർജസ് ആണ്. പിന്നെ ഒരു മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി is mainly restricted to successfully leading a conventional organization. എന്താണ് ഒരു മാനേജറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി? His main responsibility is restricted to successfully leading a conventional organization. അതായത് പരമ്പരാഗതമായി കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷനെ അതുപോലെ തന്നെ കൊണ്ടുപോവുക. അതാണ് ഒരു മാനേജറിന്റെ ഡ്യൂട്ടി. നേരെ മറിച്ച് ടെക്നോക്രാറ്റോ മെയിൻ റെസ്പോൺസിബിലിറ്റി ഈസ് റീ-എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ. ഒരു ടെക്നോക്രാറ്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കൂടുതൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ റീ-എഞ്ചിനീയറിംഗ്, എന്തെങ്കിലും അവിടെ എഞ്ചിനീയറിംഗ് സൈഡിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. Manager does conventional business. Technocrat works in innovative and emerging areas. നമ്മൾ പറഞ്ഞത് ഒരു മാനേജർ എപ്പോഴും ഒരു കൺവെൻഷണൽ ബിസിനസ് ആണ് ചെയ്യുന്നത്. ഒരു എന്താണോ ഇവരുടെ മുന്നേ വന്ന ഒരാൾ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളും ചെയ്തു പോകുന്നത്. അതാണ് ഒരു മാനേജർ. നേരെ മറിച്ച് ഒരു ടെക്നോക്രാറ്റോ he works in innovative and emerging areas. ഒരു ടെക്നോക്രാറ്റ് ഒരാൾ വന്നാൽ അയാൾ എങ്ങനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം ഇന്നോവേറ്റീവ് ആക്കാം, എങ്ങനെ അതിന് കൂടുതൽ സ്കോപ്പ് ഉണ്ടാക്കാം, ഫ്യൂച്ചറിലേക്കുള്ള സ്കോപ്പ് ഒക്കെ നോക്കിയിട്ടാണ് ഒരു ടെക്നോക്രാറ്റ് ബിഹേവ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഈ ഒരു ഡിഫറൻസ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. മാനേജീരിയൽ സ്റ്റൈൽ വേഴ്സസ് ഓൺട്രപ്രീനിയർഷിപ്പ് സ്റ്റൈലും അതുപോലെ മാനേജർ വേഴ്സസ് ടെക്നോക്രാറ്റും ഈ ഡിഫറൻസ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു.